നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂനിമേൽ കുരു, കുരുവിമേൽ പരു എന്ന് പറയുന്ന പോലെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എവിടെ നിന്നൊക്കെയാണ് ജനങ്ങളുടെ പ്രതിഷേധവും അമർഷവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് പ്രവചനാതീതം. ഇപ്പോൾ ഇതാ പുതിയ പ്രശ്നം വന്നിരിക്കുന്നത് ഗതാഗത വകുപ്പിലെ ചില മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറും വീട്ടിലായിരിക്കുകയാണ്. പുതിയ പരിഷ്കാരങ്ങൾ വലിയ വിനയായി മാറിയിരിക്കുകയാണ്. മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധം മലപ്പുറത്തും കോഴിക്കോടും മറ്റ് ജില്ലകളിലുമൊക്കെ ശക്തമാകുകയാണ്. മന്ത്രി ഗണേഷിന്റെ കോലം കത്തിക്കുന്ന തരത്തിലേക്ക് വരെ പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം സർക്കാരിന് തിരിച്ചടിയാകുന്നു. ജനം കൂട്ടത്തോടെ പ്രതിഷേധവുമായി തിരിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോടും മന്ത്രിയുടെ കോലം കത്തിച്ചു. സർക്കാരിന് പുതിയൊരു തലവേദനയായി ഈ പ്രശ്നം മാറിയിരിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, തിരൂർ, മുക്കം, കാസർഗോഡ് എന്നിങ്ങനെ പലയിടങ്ങളിലായിട്ടാണ് രൂക്ഷമായ പ്രതിഷേധം മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. പോലീസ് അത് നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. കോഴിക്കോട് മുക്കത്ത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലവും കത്തിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ കോലം കത്തിച്ചത്. മന്ത്രിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇനി മുതൽ 50 പേരെ മാത്രം എന്ന നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന ഒരു നിർദ്ദേശം വെച്ചത്. ഈ നിർദ്ദേശം മന്ത്രി നൽകിയത് മുതൽ ഉദ്യോഗസ്ഥർക്കടക്കം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. മെയ് 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വരുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ 100 മുതൽ 180 വരെയുള്ള ആളുകൾക്ക് ദിവസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. ഇത് 50 ചുരുങ്ങുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും കൈകൊട്ടി സ്വീകരിച്ചവരാണ് മലയാളികൾ. പക്ഷേ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ ചില പരിഷ്കാരങ്ങൾ വന്നപ്പോൾ അത് പലർക്കും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്ന പരിഷ്കാരങ്ങളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു പ്രതിഷേധത്തിലേക്ക്, മന്ത്രിക്കെതിരെ ജനം തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗതാഗത വകുപ്പിലെ ഒരു പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു രോഷം കത്തുന്നതെങ്കിലും ഇത് സർക്കാരിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സർക്കാരിന് ഒരു കോട്ടം വരുത്തുന്ന അല്ലെങ്കിൽ ഒരു കളങ്കം വരുത്തുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഡ്രൈവിംഗ് ടെസ്റ്റ് 50 പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. എണ്ണം പരിമിതപ്പെടുത്തിയാൽ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. 86 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും പ്രതിഷേധം നടത്താനും ലേണേഴ്സ് ലൈസൻസ് ഫീ ഒരാഴ്ചത്തേക്ക് അടയ്ക്കേണ്ടെന്നുമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം. നിലവിൽ തീയതി കിട്ടിയ എല്ലാവർക്കും ടെസ്റ്റ് നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ദിവസം 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കെ വി ഗണേഷ് കുമാർ പറഞ്ഞത്. സാധാരണ 100 മുതൽ 180 പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ്. ഇത് 50 ചുരുക്കുമ്പോൾ ആരെ ഒഴിവാക്കും, അതിനെന്ത് മാനദണ്ഡം, ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകും എന്നതടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. മെയ് 1 മുതൽ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഉത്തരവ് നേരത്തെ പുറത്തിറക്കിയതാണ്. പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് 30 പേർക്ക് മാത്രമാണ്. ട്രാക്ക് നിർമ്മിക്കാനുള്ള ചെലവ് ആര് വഹിക്കും? ടെസ്റ്റ് 30 ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴാണ് മറ്റൊരു വിചിത്ര നിർദ്ദേശം. ഒരു കേന്ദ്രത്തിൽ 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ഇന്നലെ ചേർന്ന RTOമാരുടെ യോഗത്തിലാണ് മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ അപേക്ഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തതയില്ലാത്തതിലാണ് ഇപ്പോൾ വളരെ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നത്. അതേസമയം ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറും ഇന്നലെ നടന്ന യോഗത്തിൽ പങ്കെടുത്തില്ല. മെയ് 1 മുതൽ നടപ്പിലാക്കാനിരിക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ. പുതിയ തീരുമാനത്തിൽ പ്രതിഷേധവുമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ രംഗത്തെത്തിയിരുന്നു. ഇന്നത് ആളിക്കത്തുകയാണ് ആ ഒരു പ്രതിഷേധം. മന്ത്രിയുടെ കോലം കത്തിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങിയിരിക്കുകയാണ്. ഗണേഷ് കുമാർ വന്ന ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറക്കിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത്. എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ആളിക്കത്തുകയാണ്. സർക്കാരിന് ഇതൊരു പുതിയ തലവേദനയായി ഈ ഒരു വിഷയം മാറിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. മന്ത്രിക്കെതിരെയും ഒരു ജനരോഷം ആളിക്കത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.